ഹായ് ഓൾ, നമ്മൾ കുറച്ചായിട്ട് കാത്തിരിക്കുന്ന SSC GD 2024 പരീക്ഷയുടെ റിസൾട്ട് ഇന്നലെ ഔട്ടായിട്ടുണ്ട്. അപ്പോൾ കുറേ പേരുടെ പേര് ആ ലിസ്റ്റിൽ കാണാൻ കഴിഞ്ഞു. നിങ്ങളുടെ കഷ്ടപ്പാടാണ് നിങ്ങളുടെ പേര് ആ ലിസ്റ്റിലേക്ക് എത്തിച്ചത്. എല്ലാവർക്കും സൈലം SSCയുടെ കൺഗ്രാറ്റുലേഷൻസ്. ഇനി 2025 ഈ GD പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളോട് ഇത് നിങ്ങൾക്കൊരു ഐ ഓപ്പണർ ആണ്. നിങ്ങൾ പഠിക്കുന്ന രീതി കറക്റ്റ് ആണോ, ഈ ഒരു കട്ട് ഓഫ് ആണോ നിങ്ങൾക്ക് മൂക്കിൽ കിട്ടുന്നത്, കട്ട് ഓഫ് കൂടുന്നുണ്ടോ, കട്ട് ഓഫ് കുറയുന്നുണ്ടോ, ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറെ കൂടെ സ്ട്രീംലൈൻ ചെയ്യണം. അപ്പോൾ ഇന്നലെ റിസൾട്ട് വന്നതിന് തൊട്ട് കുട്ടികൾ ചോദിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതിന്റെ കട്ട് ഓഫിന്റെ പാറ്റേൺ ഒന്ന് പറഞ്ഞു തരാമോ? കേരളത്തിന് പൊതുവെ കട്ട് ഓഫ് കുറവാണോ കൂടുതലാണോ, എന്താണ് ഈ SSF, അതിന് സെപ്പറേറ്റ് കട്ട് ഓഫ് ആണോ, തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ കേരളത്തിൽ തന്നെ പല പല കട്ട് ഓഫുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുട്ടികൾക്ക് കുറച്ച് കൺഫ്യൂസിംഗ് ആണ് ഈ SSC GDയുടെ റിസൾട്ട് പൊതുവെ. അപ്പോൾ ആ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് അധികം സമയം കളയണ്ട, നമുക്ക് നേരെ അനാലിസിസിലേക്ക് പോകാം. അപ്പോൾ 2024 SSC നടത്തിയ CAPF സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് പ്ലസ് SSF, എന്താണ് SSF ഞാൻ പറഞ്ഞുതരാം, പ്ലസ് അസാം റൈഫിൾസിലേക്കുള്ള റിക്രൂട്ട്മെന്റിന്റെ റിസൾട്ടാണ് ഇന്നലെ വന്നത്. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, നമുക്ക് CGL-നൊക്കെ ഉള്ളതുപോലെ പല പല സ്റ്റേജുകളൊന്നുമില്ല. ഇതൊരു 10th ലെവൽ പരീക്ഷയാണ്. ഒരൊറ്റ CBE മാത്രമാണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മാത്രമാണ് നമുക്ക് ഈ പരീക്ഷയ്ക്കുള്ളത്. അതിന് പ്രകാരം 3,51,176 കുട്ടികൾ, ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കുട്ടികളിൽ നിന്നുമാണ് ഇന്നലെ റിസൾട്ട് വന്നിട്ടുള്ളത്. അതായത് പരീക്ഷ എഴുതി ക്ലിയർ ആയ കുട്ടികളിൽ നിന്ന് കുറേ കുട്ടികൾ എങ്ങോട്ട് പോകുന്നു? PET അല്ലെങ്കിൽ PST, നമ്മുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിലേക്ക് പോകുന്നു. അതിന് പ്രകാരമാണ്, അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ആയ കുട്ടികളാണ് ഇന്നലെ റിസൾട്ടിൽ വന്നത്. അപ്പോൾ മനസ്സിലാക്കുക, ഒരൊറ്റ സ്റ്റേജാണ് പരീക്ഷ, പ്ലസ് നിങ്ങളുടെ ഓട്ടം ചാട്ടം ആരോഗ്യം പൊക്കം ഈ കാര്യങ്ങളൊക്കെ മാറ്റർ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, 46,617 വേക്കൻസിയിലേക്കാണ് കുട്ടികൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇനി എഴുതാൻ പോകുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത്ര കുട്ടികളാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് പോയത്. എത്ര? 3,51,176. അതിൽ നിന്നും വേക്കൻസിയിലേക്ക് വരുമ്പോൾ 46,617. അപ്പോൾ നിങ്ങൾ ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ക്ലിയർ ആയി എന്നതിനർത്ഥം എന്താണ്? നിങ്ങളുടെ റിസ്റ്റിലേക്ക് ഉണ്ടെന്നല്ല, മാർക്ക് എപ്പോഴും കൂടുതലായിരിക്കണം. നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കട്ട് ഓഫിനേക്കാളും നല്ല മാർക്ക് കൂടുതലായിരിക്കണം. എത്രയാണ് ആ മാർക്ക്, എത്രയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. പ്ലസ് നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കേട്ടോ. രണ്ടാമത്തെ കാര്യം, ഈ ഒരു റിസൾട്ട് വന്നപ്പോൾ അതിൽ പല അനക്സ്ചർ വന്നിട്ടുണ്ട്. അത് പലർക്കും ക്ലിയർ ആയിട്ടില്ല. അനക്സ്ചർ 1, അനക്സ്ചർ 2, 3, 4. എന്താണ് അനക്സ്ചർ 1? SSF-ലേക്ക്. എന്താ SSF? SSF എന്ന് പറഞ്ഞാൽ ഈ SSC GD നടത്തുന്നതിൽ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ്, എല്ലാവരും പ്രിഫർ ചെയ്യുന്ന പോസ്റ്റ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ കൂടിയൊരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ്. കുറേയൊക്കെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു, ഇതിലേറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള പോസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടികളാണ് അനക്സ്ചർ 1-ലുള്ളത്. അനക്സ്ചർ 3-ലുള്ളത് അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആൺകുട്ടികളാണ്. അനക്സ്ചർ 2-ൽ വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഫോർ അതർ CAPF പോസ്റ്റ്. ബാക്കിയുള്ള പോസ്റ്റുകളുണ്ടല്ലോ. അപ്പോൾ അനക്സ്ചർ 4 എന്തായിരിക്കും? മെയിൽ കാൻഡിഡേറ്റ്സ് ഫോർ അതർ CAPF പോസ്റ്റ്. ഇതാണ് ഈ 4 അനക്സ്ചർ. അതിലിനി ഡൗട്ട് ഉണ്ടാകരുത്. അതുപോലെ തന്നെ ലിസ്റ്റ് വന്നപ്പോൾ നമ്മൾ ഈ CGL-നൊക്കെ കാണുന്ന പോലെ ഒരു 3-4 ലിസ്റ്റുകൾ നമുക്ക് വന്നിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞ 4 ലിസ്റ്റുകൾ, ലിസ്റ്റ് 1, ലിസ്റ്റ് 2, ലിസ്റ്റ് 3, ലിസ്റ്റ് 4. എന്താണ് ഈ 4 ലിസ്റ്റുകൾ? ലിസ്റ്റ് 1-ൽ 4,818 പെൺകുട്ടികളുടെ പേരാണുള്ളത്, തിരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടികളുടെ പേര്. ലിസ്റ്റ് 2-ൽ 38,603 ആൺകുട്ടികളുടെ പേരാണുള്ളത്, തിരഞ്ഞെടുക്കപ്പെട്ട ആൺകുട്ടികൾ. അപ്പോൾ മനസ്സിലാക്കുക, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ആൺകുട്ടികളാണ്. ഒരുപക്ഷെ യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ടായിരിക്കും ആൺകുട്ടികളാണ് ഈ പരീക്ഷയിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ പെൺകുട്ടികൾക്ക് കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വൃത്തിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും എത്താൻ സാധിക്കുന്ന ഒരു പരീക്ഷയാണ്. അല്ലാതെ യൂണിഫോം പോസ്റ്റ് ആണ്, എനിക്ക് യൂണിഫോം പേടിയാണെന്ന് കരുതി മാറിക്കേണ്ട കാര്യമൊന്നുമില്ല. മൂന്നാമത്തേത് 845 കാൻഡിഡേറ്റ്സിന്റെ പേരാണ്. അത് ഫോർ ദ ടൈം ബീങ് അവർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നാലാമത്തേത് ഡീബാർ ചെയ്ത ഒരു 1,679 കുട്ടികളുടെ പേരാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 3ഉം 4ഉം നമുക്ക് റിലവൻ്റ് അല്ല. നമുക്ക് റിലവൻ്റ് ആയിട്ടുള്ളത് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2 ആണ്. ഇപ്പൊ തന്നെ കുറച്ചൊക്കെ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി എത്ര പേരാ തിരഞ്ഞെടുക്കപ്പെട്ടത്, ഏതൊക്കെ പോസ്റ്റുകളാണ്, ഏതൊക്കെ കാറ്റഗറിയാണ്? പെൺകുട്ടികളിലേക്ക് വരുമ്പോൾ 4,891, ആൺകുട്ടികളിലേക്ക് വരുമ്പോൾ 39,375. അതിൽ തന്നെ കുറച്ച് പേരുടെ റിസൾട്ട് ഫോർ ദ ടൈം ബീങ് ഞാൻ പറഞ്ഞല്ലോ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് SSC-യിൽ നിന്നും അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ് കിട്ടും. അപ്പോൾ എഗെയിൻ ഞാൻ പറയുകയാണ്, വേക്കൻസി അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. ആൺകുട്ടികളുടെ എണ്ണം ഭയങ്കര കൂടുതലാണ് എന്ന് കരുതി പെൺകുട്ടികളുടെ എണ്ണം കുറവാണെന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഓരോ കാറ്റഗറി, അൺറിസർവ്ഡിന് എത്രയാണ് വന്നിട്ടുള്ളത്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എത്രയാണ് വന്നിട്ടുള്ളത്, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, OBC കാറ്റഗറിയിൽപ്പെട്ടവർക്ക് എത്രയാണ് വന്നിട്ടുള്ളത്, ESM എക്സ് സർവീസ്മെൻ എത്രയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചേ,
എക്സ് സർവീസ്മെന് 4164 വേക്കൻസിയിൽ 753 എത്തിയിട്ടുള്ളൂ. പെൺകുട്ടികളുടെ കേസിൽ 473 ഒന്നിലേക്ക് എത്തിയിട്ടില്ല. അതായത് പല വേക്കൻസിയും ഫില്ല് ചെയ്യപ്പെടുന്നില്ല, വേണ്ടത്ര കോമ്പറ്റീഷൻ ഇല്ല. അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ എക്സ് സർവീസ് വുമൺ എന്ന് പറയുന്നില്ലോ, എക്സ് സർവീസ് മെൻ ആയിട്ട് അല്ലെങ്കിൽ എക്സ് സർവീസ് വുമൺ ആയിട്ടുള്ളവർ ഇതിലേക്ക് എത്തിപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങളുടെ ഏതെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ അവരോടും പറയുക, ഓക്കെ, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. അപ്പോൾ ഇത് 2024 നോട്ടിഫിക്കേഷനാണ്, ഇത് 2025 നോട്ടിഫിക്കേഷനാണ്. നോട്ടിഫിക്കേഷനിൽ തന്നെ നമുക്കൊരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കുക, ഇതിൽ സെപ്പോ ഇൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ NCB ഒരു സെപ്പറേറ്റ് പോസ്റ്റ് പറയുന്നുണ്ട്, ഇവിടെ അത് മെൻഷൻ ചെയ്യുന്നില്ല, ബാക്കിയൊക്കെ സിമിലർ ആണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാകും, കഴിഞ്ഞ വർഷം നടന്ന ഓൾമോസ്റ്റ് അതേ ഡേറ്റുകൾ, അതേ ടൈം ഗ്യാപ്പ് നമുക്ക് ഈ വർഷം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാർച്ചിൽ നടന്ന പരീക്ഷ ഈ വർഷം ജാനുവരി ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരീക്ഷ നടക്കാൻ പോകുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. ആ ഒരു അപ്ഡേറ്റും കിട്ടിക്കഴിഞ്ഞു, ഫെബ്രുവരി മാസത്തിലാണ് പരീക്ഷ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ എപ്പോഴത്തേക്ക് റിസൾട്ട് വരുമെന്നുള്ളതും നിങ്ങൾക്കിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ അതുകൊണ്ടാണ് 2 നോട്ടിഫിക്കേഷൻ വെച്ച് കമ്പയർ ചെയ്ത് തരുന്നത്. കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലെ വേക്കൻസിയും ഈ നോട്ടിഫിക്കേഷനിലെ വേക്കൻസിയും കൂടെ ഞാൻ തരുന്നുണ്ട്. ഇത് 2024 ഇത് 2025. അപ്പോൾ അതുകൂടെ നിങ്ങൾ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം കാര്യങ്ങൾ മനസ്സിലാവും. കഴിഞ്ഞ നോട്ടിഫിക്കേഷനിലെ ടോട്ടൽ വേക്കൻസി എത്ര വരുന്നത് 26,146, ഇതിൽ 39,481. അപ്പോൾ കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വേക്കൻസി പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ആൾക്കാർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യവും നമുക്ക് അത് തന്നെ എക്സ്പെക്ട് ചെയ്യാം. RRB പരീക്ഷകളാവട്ടെ, SSC പരീക്ഷകളാവട്ടെ, വേക്കൻസി കൂടുതൽ വരുന്നുണ്ട്. അപ്പോൾ എഗെയിൻ നിങ്ങളുടെ കയ്യിൽ കൃത്യമായൊരു സമയമുണ്ട്, കൃത്യമായൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് അങ്ങോട്ടേക്ക് ആ ഒരു ലിസ്റ്റിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ SSF ആണ് ഏറ്റവും കട്ട് ഓഫ് കൂടുതൽ ഞാൻ പറഞ്ഞല്ലോ, അതിൽ 222 വേക്കൻസി ആയിരുന്നു കേട്ടോ. ഇവിടെ നോക്കുക, 296 വേക്കൻസിയാണ് ഓവറോൾ. അതിൽ 222 ആൺകുട്ടികൾ, 74 പെൺകുട്ടികൾ. കട്ട് ഓഫ് ഭയങ്കര കൂടുതലാണ്. എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്രാവശ്യം SSF നോക്കുക, ഭയങ്കര കുറവാണ് വേക്കൻസി. സ്ത്രീകൾക്ക് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ആകെ മൊത്തം 35 വേക്കൻസി ഉള്ളു. അപ്പോൾ SSF എന്നൊരു ഡ്രീമായിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇപ്രാവശ്യത്തെ കട്ട് ഓഫ് എത്രയാണോ അത്ര തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ടി വരും. അതാണ് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ അതേപോലെ ഓരോന്നിനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് സർവീസ്മെൻ എത്രയാണ്, അൺറിസർവ്ഡ് കാറ്റഗറി അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറിക്ക് എത്രയാണ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എത്രയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഷീറ്റിൽ നിന്നും കിട്ടും. അപ്പോൾ നിങ്ങൾ ഏതൊരു ഏരിയ ആണോ നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ SSF ആണ് നോക്കുന്നതെങ്കിൽ എത്രത്തോളം നിങ്ങൾ സ്ട്രീം ലൈൻ ആയിട്ട് പഠിക്കണം എന്നൊരു ധാരണ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ടിൽ നിന്നും കിട്ടും. 2, കട്ട് ഓഫ് പറയുമ്പോൾ പലർക്കും ഇത് എത്ര മാർക്കിനാണ്, എഴുതിയ കുട്ടികൾ മാത്രമല്ല എഴുതാൻ പോകുന്ന കുട്ടികളും സിലബസ് വായിക്കാത്തവരും പരീക്ഷയുടെ പാറ്റേൺ അറിയാത്തവരും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഞാനൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ആകെ മൊത്തം 80 ചോദ്യങ്ങളാണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക. ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് 20 മാർക്ക്, GK പ്ലസ് ജനറൽ സയൻസ് കറണ്ട് അഫയേഴ്സ് വരുന്ന ജനറൽ അവയർനെസ്സിന് 20 മാർക്ക്, 20 മാർക്കല്ല 20 ചോദ്യങ്ങൾ. എലമെന്ററി മാത്തമാറ്റിക്സ് 20 ചോദ്യം, ലാംഗ്വേജ് നമ്മൾ ഇംഗ്ലീഷ് ആയിരിക്കും ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് 20 ചോദ്യം. അതായത് മൊത്തം 80 ചോദ്യം, ഒരു ചോദ്യത്തിന് 2 മാർക്ക് വെച്ച് 160 മാർക്കിലാണ് കട്ട് ഓഫ് വരുന്നത്. ഈ 80 ചോദ്യത്തിന് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 1 അവർ ആണ്, 60 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യത്തിന് 1 മിനിറ്റ് വെച്ച് നമ്മുടെ കയ്യിലില്ല. ക്ലിയർ ആണല്ലോ. രണ്ടാമത്തെ കാര്യം, നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 0.25 മാർക്സ്. മൂന്നാമത്തെ കാര്യം, റീജിയണൽ ലാംഗ്വേജിൽ ഈ പരീക്ഷ എഴുതാൻ നിങ്ങൾ പലരും മലയാളം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഇത്തരം കാര്യം ഓക്കെ ആണല്ലോ, ഇത്തരം കാര്യം ക്ലിയർ ആണല്ലോ. യെസ്. എത്ര സ്റ്റേജാണ് പരീക്ഷ ഉള്ളത്? ഒരു സ്റ്റേജാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. അതിൽ പറയുന്ന കട്ട് ഓഫിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു കട്ട് ഓഫ് അവർ പറയുന്നത് ഓപ്പൺ കാറ്റഗറിക്ക് 30% മാർക്ക്, OBC ബാർ EWSന് 25% മാർക്ക്, ബാക്കി എല്ലാ കാറ്റഗറിക്കും അവർ 20% പറയുന്നത്. പക്ഷേ ഈ 30% മാർക്ക് നിങ്ങൾ മേടിച്ചു എന്നിരിക്കട്ടെ, 30% ഓഫ് 160 നിങ്ങൾ മേടിച്ചു എന്നിരിക്കട്ടെ, 48-50 മാർക്ക് നിങ്ങൾ മേടിച്ചു എന്നിരിക്കട്ടെ, നിങ്ങളുടെ പേര് ലിസ്റ്റിലുണ്ടെന്നല്ല. ആ ഒരു തെറ്റിദ്ധാരണ ആദ്യം നിങ്ങൾ മാറ്റണം. കാരണം ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്കാണ് പോകുന്നത്. എന്താ അടുത്ത സ്റ്റേജ്? ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ആ ഒരു PST അല്ലെങ്കിൽ PET ക്ലിയർ ആയി കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല. നിങ്ങളുടെ മാർക്ക് തന്നെയാണ് അവിടെ കൺസിഡർ ചെയ്യപ്പെടുന്നത്. 50 മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ 60 മാർക്ക് ഉണ്ടെങ്കിൽ വേക്കൻസിക്ക് അനുസരിച്ച് കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് വീണ്ടും കട്ട് ഓഫ് കൂടും. ആ കൂടുന്ന കട്ട് ഓഫ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതും മനസ്സിലേക്ക് വെക്കണം കേട്ടോ. ഇതിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കൊരു ജോലി എന്നല്ല. അങ്ങനെ ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാകും, അതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാകും. അതിനുശേഷമാണ് റിസൾട്ട് വരുന്നത്. സോ നിങ്ങൾ NCCയിലും മറ്റും ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക്
കാര്യമായിട്ട് അഡ്വാൻറ്റേജ് ഉണ്ട്. അതും ഈ പരീക്ഷ അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അറിയാം. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് കട്ട് ഓഫ് അനാലിസിസ് വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കട്ട് ഓഫ് മാത്രം അനലൈസ് ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ കുറച്ചുകൂടെ കാര്യങ്ങൾ, ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ ഇതിൽ ഏത് ഏരിയയിലേക്കാണ് കോമ്പീറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ് യാഥാർത്ഥ്യം എന്ന് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളുടെ പ്രയോറിറ്റി വൈസ് നിങ്ങൾ ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടാകും. എല്ലാവരും ആദ്യം കൊടുത്തിട്ടുള്ള SSF ആയിരിക്കും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റ് 2025 SSC GDയുടെ ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി മാസമായിരിക്കും. ഫെബ്രുവരി 4 മുതൽ ഫെബ്രുവരി 25 വരെ. അപ്പോൾ നമുക്കറിയാം ഇത് ഡിസംബർ മാസമാണ്, ഡിസംബർ പകുതിയാകുന്നേ ഉള്ളൂ അല്ലേ. നിങ്ങൾക്ക് ഫെബ്രുവരി 4-നാണ് പരീക്ഷയെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഏകദേശം 50 ദിവസമുണ്ട്. ഇനി ഫെബ്രുവരി 25-നാണ് നിങ്ങൾക്ക് പരീക്ഷ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 70-75 ദിവസം നിങ്ങളുടെ കയ്യിലേക്ക് ഉണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്ട്രീംലൈൻ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. നിങ്ങളൊരു ബിഗിനറൊന്നുമല്ല, അത്യാവശ്യം കണ്ടന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്, അത്യാവശ്യം മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഒന്ന് സ്ട്രീംലൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് എന്ത് സഹായം വേണമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന്, സൈലം SSC-RRBയുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. ഓക്കെ, കട്ട് ഓഫിലേക്ക് വരാം. ഓൾ ഇന്ത്യയുടെ SSF കട്ട് ഓഫ് ആണ് ഞാൻ ആദ്യം പറയുന്നത് കേട്ടോ. SSF ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഉള്ള പോസ്റ്റാണ്, വേക്കൻസി ഏറ്റവും കുറവുള്ള പോസ്റ്റുകളിലൊന്നാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് വന്ന കട്ട് ഓഫ് അൺറിസർവ്ഡ് കാറ്റഗറി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഞാൻ പറയുന്നത് 154.45. മനസ്സിലാകുന്നുണ്ടോ? 160 കാര്യമാണ് ഞാൻ പറയുന്നത്. ആഫ്റ്റർ നോർമലൈസേഷൻ ആണ് ഞാൻ പറയുന്നത് കേട്ടോ, റോസ്കോർ അല്ല. ആഫ്റ്റർ നോർമലൈസേഷൻ 154, EWSന് 152, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് 149, 143, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ 152. എക്സ് സർവീസ്മെന് വേക്കൻസി ഉണ്ടായിരുന്നു, പക്ഷേ ഫില്ലായിട്ടില്ല. മെയിൽ കാറ്റഗറിയിലേക്ക് വരാം. ഓപ്പൺ കാറ്റഗറിക്ക് എത്രയാണ് വരുന്നത്? 159. ക്ലിയർ ആണേ? ബാക്കി നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എക്സ് സർവീസ്മെൻ പൊതുവെ ഏറ്റവും കട്ട് ഓഫ് കുറവുള്ള ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ 124 വന്നിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ നോക്കുക കേട്ടോ. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് OBC എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എത്ര വ്യത്യാസമാണെന്ന് നിങ്ങൾ നോക്കി. 158, 154, 154, 51, 59. അതായത് ഞാൻ പറയുന്നത് വലിയ വ്യത്യാസം വന്നിട്ടില്ല. 160-ലാണ് നിങ്ങളുടെ ഈ കട്ട് ഓഫ് ഞാൻ പറയുന്നത് ആഫ്റ്റർ നോർമലൈസേഷൻ. അതായത് SSF എന്ന് പറയുന്ന പോസ്റ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം അതിനകത്തേക്ക്. ഓക്കെ, അതിന് യാതൊരു സംശയമില്ല. ഇത് വളരെ സിമ്പിളായിട്ട് കിട്ടും. 10ാം ക്ലാസ് പരീക്ഷയാണെന്നൊക്കെ വിചാരിക്കരുത്. PYQs മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ സ്ഥിരം പറയുന്ന കാര്യങ്ങളാണ്. കുറച്ചുകൂടെ സ്ട്രീംലൈൻ ആയിട്ട് നിങ്ങൾ ഇരിക്കണം, നിങ്ങൾ SSF ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ. ഇനി പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ബാക്കിയുള്ള CAPF പോസ്റ്റുകളിലേക്ക്, ഇപ്പോൾ CASF ആകട്ടെ, സശസ്ത്ര സീമാബൽ ആകട്ടെ, ITBP എങ്ങനെയാണ് വരുന്നത്? ഓരോ സംസ്ഥാനത്തിനും ഓരോ കട്ട് ഓഫ് വരുന്നുണ്ട്. ഓരോ സംസ്ഥാനത്തിനകത്തും ഓരോ ഏരിയയ്ക്ക് ഓരോ കട്ട് ഓഫ് വരുന്നുണ്ട്. അതാണ് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. ഏരിയ G എന്ന് പറഞ്ഞാൽ ജനറൽ ഏരിയ, B എന്ന് പറഞ്ഞാൽ ബോർഡർ ഏരിയ. അപ്പം നമുക്കറിയാം ബോർഡർ ഇന്റർനാഷണൽ ബൗണ്ടറി ഒക്കെ ഷെയർ ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് പോലെ, ഉത്തരാഖണ്ഡ് പോലെ, ഉത്തർപ്രദേശ് പോലെയൊക്കെ ബോർഡർ ഏരിയയിൽ സെർവ് ചെയ്യുന്നവർക്ക് അവർക്ക് മറ്റൊരു കട്ട് ഓഫ് ആണ്. നക്സൽ ഏരിയ, നക്സലൈറ്റ് പ്രശ്നങ്ങളുള്ളത്. അപ്പോൾ എന്നെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നക്സലൈറ്റ് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഓരോ വർഷവും അവർ നക്സൽ പ്രശ്നങ്ങളുള്ള ഏരിയ ഏതൊക്കെയാണെന്നുള്ളത് അത് നോട്ടിഫിക്കേഷൻ ഡിക്ലെയർ ചെയ്യും. കേരളത്തിലുണ്ട്. കേരളത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു വയനാടും കണ്ണൂരുമാണ് ഇപ്രാവശ്യം ഉള്ളത്. പാലക്കാട് മലപ്പുറം കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ പ്രദേശത്തെ കട്ട് ഓഫ് ഏരിയ ആയിരിക്കും. മനസ്സിലാക്കുക, സംസ്ഥാനത്തിനനുസരിച്ച്, സംസ്ഥാനത്തിനകത്തെ ഏരിയയ്ക്ക് അനുസരിച്ച്, നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് കട്ട് ഓഫ് മാറും. നിങ്ങൾ ഏത് പോസ്റ്റിനാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ GD പരീക്ഷ കുറച്ച് കോംപ്ലിക്കേറ്റഡ് വരുന്നത്. കേരളത്തിന്റെ കട്ട് ഓഫ് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത് കേട്ടോ, അല്ലാതെ മറ്റൊരു സംസ്ഥാനങ്ങളുടെയും കട്ട് ഓഫ് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാം. തീർച്ചയായിട്ടും അതിലൊരു വ്യക്തമായ മറുപടി നമ്മുടെ ഭാഗത്ത് കിട്ടും. അപ്പോൾ ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ BSF ആണ് ചൂസ് ചെയ്യുന്നത്, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ നിങ്ങളുടെ കാറ്റഗറി ഇത് അവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ഓപ്പൺ കാറ്റഗറിയിലേക്ക് വരുന്നു, അൺറിസർവ്ഡ്. അതിൽ തന്നെ നിങ്ങൾ ജനറൽ ഏരിയ ആണോ നക്സൽ ഏരിയ ആണോ നോക്കുന്നു. ജനറൽ ഏരിയ ആണെങ്കിൽ നിങ്ങളുടെ കട്ട് ഓഫ് വരുന്നത് 103 ആണ്. ഞാനിത് പറയുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാറ്റഗറീസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത്, തെറ്റിക്കരുത്. 103 ആണ്. ഓക്കെ, 92 വരും നക്സൽ ഏരിയയിലേക്കാണെങ്കിൽ. അതേപോലെ CISF സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, CISFനും ഇതേ കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നിങ്ങളൊരു അൺറിസർവ്ഡ് കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിൽ, പെൺകുട്ടിയാണെങ്കിൽ, ജനറൽ ഏരിയ ആണെങ്കിൽ 112, നക്സൽ ഏരിയ ആണെങ്കിൽ 101. വീണ്ടും കൂടിയിട്ടുണ്ട്. കാരണം BSFന് കട്ട് ഓഫ് കുറവാണ്, CISFന് കട്ട് ഓഫ് കൂടുതലാണ്. ക്ലിയർ ആണേ?
അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം 160-ൽ 150+ എന്നുള്ള സാധനമാണ് SSFന് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ള സാധനങ്ങൾക്ക് ഒരു 100+, ചിലതിന് 110+ ആണ് വരുന്നത്. 110+ എന്ന് പറയുമ്പോൾ അത്രയും ഹാർഡ് വർക്ക് നമ്മൾ ഇടണം. ഓക്കെ, 110+ എന്ന് പറയുന്നത് ശരിയാണ്, നോർമലൈസ്ഡ് സ്കോറാണ്. ഈവൻ നിങ്ങൾ നോക്കുക, കുറച്ചുകൂടെ പുറകോട്ട് വരുമ്പോൾ EWS എത്രയാണ് വരുന്നത്? 80 മാർക്കാണ് വരുന്നത്. വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? OBC എത്രയാണ് വരുന്നത്? 98 മാർക്കാണ് വരുന്നത്. യെസ്, OBC നക്സലേറ്റ് ഏരിയ കേട്ടോ. OBC ജനറൽ ഏരിയ എന്ന് പറയുമ്പോൾ 105 മാർക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാറ്റഗറി തിരിച്ച് ഞാൻ ക്ലിയർ ആവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഇനി ITBP നോക്കുക, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്. ഇനി നമുക്ക് മെയിൽ കാറ്റഗറിയിലേക്ക് വരാം. മെയിൽ കാറ്റഗറിയിൽ ആദ്യം അസാം റൈഫിൾസിനാണ് വരുന്നത്. അസാം റൈഫിൾസ്. അപ്പോൾ അസാം റൈഫിൾസ് നമുക്കറിയാം പൊതുവെ വേക്കൻസി കുറവാണ്, അതും വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് വരുന്നത് നിങ്ങൾ നോക്കുക, വേക്കൻസി കുറവാണ്. കട്ട് ഓഫും കമ്പാരിറ്റീവ്ലി നമുക്ക് കുറവാണ്. 74, 82, 76 ഇതൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ അൺറിസർവ്ഡ് കാറ്റഗറി. അത് ജനറൽ ഏരിയ ആണോ നക്സൽ ഏരിയ ആണോ? OBC കാറ്റഗറി ജനറൽ ഏരിയ ആണോ നക്സൽ ഏരിയ ആണോ? ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറി. അപ്പോൾ എഗെയിൻ കട്ട് ഓഫിൽ ഈ പറയുന്ന കാറ്റഗറികൾക്ക് അനുസരിച്ച് കാറ്റഗറിക്ക് അകത്ത് വലിയ വ്യത്യാസം വരുന്നില്ല. നമുക്ക് കുറച്ചുകൂടെ വേക്കൻസി കൂടിയ പോസ്റ്റുകൾ നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ BSF, അതുപോലെ CISF ഇതൊക്കെ കാറ്റഗറി കൂടിയതാണ്, വേക്കൻസി കൂടിയതാണ്. BSFിലേക്ക് വരുമ്പോൾ അൺറിസർവ്ഡ് കാറ്റഗറി ജനറൽ ഏരിയയിൽ കട്ട് ഓഫ് വരുന്നത് 79 ആണ്. നക്സൽ ഏരിയയിലേക്ക് വരുമ്പോൾ 68. കുറച്ചുകൂടെ വേക്കൻസി കൂടിയ നമ്മുടെ CISFിലേക്ക് എടുക്കാം. CISFിൽ ജനറൽ ഏരിയയിൽ 90 ആണ് വരുന്നത്. യെസ്, നിങ്ങൾ അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ആണ് നോക്കുന്നെങ്കിൽ ജനറൽ ഏരിയയിൽ 90 മാർക്കാണ് വരുന്നത്. അപ്പോൾ പലരും കട്ട് ഓഫ് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ പല കുട്ടികളും മെസ്സേജ് അയച്ചു 77 ആണ് കട്ട് ഓഫ്, അല്ലെങ്കിൽ 80 ആണ് കട്ട് ഓഫ്. അങ്ങനെയല്ല, ഏത് പോസ്റ്റിനാണ് എന്നതിനനുസരിച്ചാണ് കട്ട് ഓഫ്. അതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ചില കുട്ടികൾ പറയുന്നത് 77 ആണ് കട്ട് ഓഫ്, എനിക്ക് 77 മാർക്കുണ്ട്, ക്ലിയർ ആയില്ല. അങ്ങനെയല്ല. അപ്പോൾ നിങ്ങളുടെ പേര് ഏത് കാറ്റഗറിക്ക് കീഴിലാണ് വരുന്നതെന്ന് നോക്കണം. ഇത്ര വലിയൊരു ഡോക്യുമെന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 1, 2, 3 പ്രാവശ്യം നിങ്ങളുടെ പേര് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ കാണില്ല. കാരണം ഡോക്യുമെന്റ് അത്ര വലുതാണ്. അപ്പോൾ കുറച്ച് സമയം എടുത്ത് വീണ്ടും നോക്കുക. കംപ്ലീറ്റ് ഡോക്യുമെന്റ് ലോഡ് ആകുന്നവർ നോക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്ത ഏരിയയ്ക്ക് അനുസരിച്ചിട്ട്, ജനറൽ ഏരിയ ആണോ അല്ലെങ്കിൽ നക്സൽ ഏരിയ ആണോ അനുസരിച്ച്, നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച്, പോസ്റ്റിനനുസരിച്ച്, നിങ്ങളുടെ ജെൻഡറിനനുസരിച്ചിട്ടാണ് കട്ട് ഓഫ് വരുന്നത്. ഞാൻ വീണ്ടും പറയുകയാണ്, അത്ര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ വീണ്ടും ആ ലിസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ITBP സശസ്ത്ര സീമ ബെൽ ആക്ച്വലി കുറവാണ്. പിന്നെ നമുക്ക് അടുത്ത് CRPF നോക്കാം. യെസ്, സെൻട്രൽ റിസർവ്ഡ് പോലീസ് ഫോഴ്സിലേക്ക് നമുക്ക് നോക്കാം. അൺറിസർവ്ഡ് കാറ്റഗറിയാണ്. 56 വേക്കൻസിയിൽ 56 ഫില്ലായിട്ടുണ്ട്. അതിൽ ശ്രദ്ധിക്കുക, ജനറൽ ഏരിയയിൽ കട്ട് ഓഫ് വരുന്നത് 79 ആണ്. 160-ൽ 79. അപ്പോൾ കേരളത്തിൻ്റെ കട്ട് ഓഫ് കൂടുതലാണ് എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നോർത്തേൺ സ്റ്റേറ്റുകളുടെ കട്ട് ഓഫ് കൂടെ നോക്കുക. നോർത്ത് വെസ്റ്റ്, ഇപ്പോൾ ഉത്തർപ്രദേശിൻ്റെയൊക്കെ കട്ട് ഓഫ് കണ്ടാൽ നിങ്ങളുടെ കണ്ണ് തള്ളിപ്പോവും. മനസ്സിലാകുന്നുണ്ടോ? ഒരു 120, 130 വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കട്ട് ഓഫ് കമ്പാരിറ്റീവ്ലി കുറവാണ്. പലരും ഈ പോസ്റ്റ് കാര്യമായിട്ട് ശ്രദ്ധിച്ച് എഴുതുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ടും ഓൾമോസ്റ്റ് വേക്കൻസികളൊക്കെ അത്യാവശ്യം തന്നെ ഫില്ലായി പോകുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേക്കൻസിയുടെ ഒരു വലിയ ഗ്യാപ്പ് വരുന്നില്ല. എക്സ് സർവീസ്മെൻ കാറ്റഗറിയിലേക്ക് വേക്കൻസിയിൽ ഗ്യാപ്പ് വരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് സ്ട്രീം ലൈൻ ചെയ്ത് വൃത്തിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 160-ൽ നിങ്ങളൊരു 90 മാർക്ക് മേടിക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ വരും. നിങ്ങളുടെ ഉദ്ദേശം SSF ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 150 ഔട്ട് ഓഫ് 160 പോസ്റ്റ് നോർമലൈസേഷൻ ആ മാർക്ക് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം വേക്കൻസി കുറവാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു അനാലിസിസ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സംസ്ഥാനത്തിൻ്റെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ അയൽ സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും വേണം, നിങ്ങൾക്ക് അതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. തീർച്ചയായിട്ടും അതിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഇനി വരാൻ പോകുന്ന 2025 പരീക്ഷയ്ക്ക് സൈലത്തിന്റെ ക്ലാസ്സുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും പോകുന്നുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാത്തൊരു വ്യക്തിയാണ്, നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പഠിച്ച് കുറച്ച് കണ്ടന്റ് അറിയാം, അല്ലെങ്കിൽ 24 എഴുതി നിർഭാഗ്യവശാൽ റിസൾട്ടിൽ എത്താൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഇനിയൊരു 45-50 ദിവസം കൊണ്ട് നിങ്ങളുടെ പഠനം സ്ട്രീംലൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു ബാച്ചാണ് SSC GDയുടെ സ്പ്രിന്റ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ 999 രൂപ എന്ന് പറയുന്ന ഈ ഒരു ചെറിയ ഫീസിൽ അടുത്ത 45 ദിവസം കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എഗെയിൻ ഞാൻ പറയുകയാണ്, ഇതൊരു ഫൗണ്ടേഷൻ കോഴ്സ് അല്ല. 1 മുതലേ നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം. നിങ്ങൾ അത്യാവശ്യം കുറച്ച് അവിടെയൊക്കെ പഠിച്ച് ഒരു പ്രോപ്പറായിട്ട് സ്ട്രക്ചർ ഇല്ലാതെ സ്ട്രീംലൈൻ ചെയ്യാതെ പോകുന്ന ആളാണെങ്കിൽ ഇനിയുള്ള 45-50 ദിവസത്തിൽ എവിടെ ഫോക്കസ് ചെയ്യണം?
PYQസിൻ്റെ മാക്സിമം ഡിസ്കഷൻ, പ്രയോറിറ്റി കൂടിയ ഏരിയ, പ്രയോറിറ്റി കുറഞ്ഞ ഏരിയ, ഈ ഒരു രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. കോഴ്സിനെ സംബന്ധിച്ച മറ്റു കാര്യങ്ങളും ജോയിൻ ചെയ്യേണ്ട മറ്റു ഡീറ്റെയിൽസും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ടാകും. ഇനി അതല്ല, നിങ്ങൾ അടുത്ത വർഷത്തേക്ക് റെഗുലറായിട്ടിരുന്ന് SSC കംപ്ലീറ്റ്ലി, RRB കംപ്ലീറ്റ്ലി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ, നമുക്കറിയാം ഇപ്പോൾ NTPC ഇനി വർഷാവർഷം വരികയാണ്. അപ്പോൾ SSC അല്ലെങ്കിൽ RRB നിങ്ങൾ ഇരുന്ന് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ സൈലം SSC RRBയുടെ SSC റെഗുലർ ബാച്ച് വരുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് കോഴിക്കോട് മാത്രമാണ് ഓഫ്ലൈൻ സെൻറ്റർ ഉള്ളത്. ഈ ജനുവരി മുതൽ നമ്മൾ കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, മഞ്ചേരി, തലശ്ശേരി ഇത്രയും സ്ഥലങ്ങളിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഈ ഒരു ക്ലാസ്, നമ്മുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ എടുത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നിരുന്നാൽ കൂടെ നിങ്ങൾ എടുക്കുന്ന തീരുമാനം ശരിയാണ് എന്ന് ഉറപ്പുവരുത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഒരു മാസം കൊണ്ട് സൈലത്തിന് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടാനായിട്ട് ഒരു മാസത്തെ ക്ലാസ് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതായത് ജനുവരി 6-ന് ആരംഭിച്ച് ഒരു മാസത്തെ ക്ലാസ് നിങ്ങൾക്ക് സൗജന്യമായിരിക്കും. ആ ഒരു മാസത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്രത്തോളം മാറ്റമുണ്ട് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പം ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് കൂടിയാണ് ഞങ്ങളിവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങൾ റെയിൽവേക്കാണ് പഠിക്കുന്നതെങ്കിൽ, NTPC പോലെ ഇനി വരാൻ പോകുന്ന പരീക്ഷകളുടെ കളക്റ്റീവായിട്ട് നിങ്ങൾ റെയിൽവേ ബാച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, റെയിൽവേ ബാച്ച് പാലക്കാടും മഞ്ചേരിയും തലശ്ശേരിയുമാണ് ഉണ്ടാവുക, ഓഫ്ലൈൻ ബാച്ച്. അവിടെയും ഈ 1 മന്തിൻ്റെ ഫ്രീ ക്ലാസ് നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ എഗെയിൻ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. റെയിൽവേ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു എക്സ്ക്ലൂസീവ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ എഗെയിൻ ഞാൻ പറയുകയാണ്, പരീക്ഷകളുടെ കട്ട് ഓഫ് കൂടി വരികയാണ്. SSC CGLന്റെ കട്ട് ഓഫ് നമ്മൾ കണ്ടിട്ടുണ്ടാകും, 150-ൽ 153 എത്തി. കട്ട് ഓഫ് കൂടുന്ന മാത്രമല്ല, ടയർ 1 ക്ലിയർ ആയ കുട്ടികളുടെ എണ്ണം ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. അപ്പോൾ പഠനം അത്യാവശ്യം സ്ട്രീംലൈൻ ചെയ്ത് നല്ല വ്യക്തമായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സമയം കൂടിയാണ്. ഓക്കെ, അപ്പോൾ എഗെയിൻ റിസൾട്ടിൽ വന്ന കുട്ടികളോട് കൺഗ്രാറ്റ്സ്, ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു അടിപൊളി ഫ്യൂച്ചർ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അടുത്ത വർഷത്തേക്ക് പഠിക്കുന്ന കുട്ടികളോടാണ് ഉഷാറായിട്ട് പഠിക്കുക, ഞങ്ങൾ ഉണ്ടാവും കൂടെ.